ജലമാണ് വിശ്വഭേഷജി, യൂണിവേഴ്സൽ മെഡിസിൻ എന്ന് വ്യക്തമായി പറഞ്ഞ ആ ജലത്തെ ആപോഹിഷ്ടാമയോ ഭുവസ്ഥാന ഊർജേദധാദന മഹേരണായ ചക്ഷസേയോ വശിവതമോ രസത്തസ്യ ഭാജയതേഹന ഉശതീരവമാതര തസ്മാത് അരംഗമാമവോ യസ്യ ക്ഷയായ ജിൻവത ആപോ ജനയതാജന. സർവചൈതന്യക്കും ആധാരഭൂതമായിരിക്കുന്ന എല്ലാ ക്ഷയത്തെയും ഇല്ലാതെയാക്കി അക്ഷയമാക്കി തീർക്കുന്ന ആ ജലത്തെയാണ് ധാരക്കടാരം വഴി പൂജാരി ഒഴിച്ച് ഈ ശിവലിംഗത്തിലേക്ക് കൊടുക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കുക. 1948 മറ്റോ ആണെന്ന് തോന്നുന്നു ആദ്യത്തെ റിയാക്ടർ ഉണ്ടായത്. അതിനെത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഉണ്ടാക്കിയ ഊർജത്തിന്റെ മൂർത്തിമത് ഭാവമായ ശിവലിംഗത്തിന്റെ ഈശ്വര ചൈതന്യത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ഈ രണ്ട് കൺസെപ്റ്റുകളൊന്ന് കമ്പയർ ചെയ്താൽ മതി. അതുപോലെ തന്നെ ശിവലിംഗത്തിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി കണ്ടുപിടിച്ചിട്ടുണ്ട്. 23 × 10⁻37 ഗോസ് യൂണിറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ശിവലിംഗത്തിനകത്ത് അബ്സോർബ് ചെയ്ത് വെക്കാൻ സാധിക്കുമത്രേ. ഏറ്റവും കൂടുതൽ ഊർജം ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ആയിട്ട് സൂക്ഷിക്കാൻ സാധിക്കുന്ന വിഗ്രഹം സർപ്പരാജ്ഞി വിഗ്രഹമാണ്. സർപ്പക്കാവിന്റെ അകത്ത് വെക്കുന്ന സർപ്പരാജ്ഞി വിഗ്രഹമാണത്. ഇത് ഇന്ത്യക്കാര് കണ്ടുപിടിച്ചതൊന്നുമല്ല. പാശ്ചാത്യര് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോട്ടോഗ്രാഫിക്കൽ ടെക്നിക് ഉപയോഗിച്ച് ഫോട്ടോഗ്രാം എടുത്ത് ഇവാലുവേറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് ആ സർപ്പരാജ്ഞി വിഗ്രഹത്തിന്റെ പ്രത്യേകത. സർപ്പരാജ്ഞി വിഗ്രഹം ഒരു കാരണവശാലും വീട്ടിനകത്ത് വെക്കരുത്. നിറച്ച് മരങ്ങളുള്ള, ചുറ്റും കാടിന്റെ അടുത്ത് വെള്ളമുള്ള, അതുപോലെ തണുപ്പുള്ള ഒരു സ്ഥലത്ത് മാത്രം പ്രതിഷ്ഠിക്കാൻ പറ്റുന്നതാണ് സർപ്പരാജ്ഞി വിഗ്രഹം. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എനർജി ഒന്നും കണ്ടുപിടിക്കുന്നതിന് എത്രയോ കാലം മുമ്പ് ഈ വിഗ്രഹം അവിടെയേ വെക്കാൻ പാടുള്ളൂ എന്ന് കണ്ടുപിടിച്ചവരാണ് ഭാരതീയരെന്ന് ഓർക്കുമ്പോഴാണ് അതിൻ്റെ മഹത്വം മനസ്സിലാകാൻ സാധിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഭാരതീയ ഈശ്വര സങ്കല്പത്തിന്റെ മഹത്വം എവിടെയെങ്കിലും വഴിതെറ്റിയിട്ടുണ്ടോ? ഒരൊറ്റ പോയിന്റിൽ വഴിതെറ്റി എന്ന് പറയാൻ സാധിക്കുകയില്ല. ഇന്റർപ്രിട്ടേഷനിൽ തെറ്റുവന്നിട്ടുണ്ട്. മുരുകന് 7 തലയുണ്ട് എന്ന് പറയാറുണ്ട്. മുരുകന് 7 തലയില്ല. ശിക്ഷ, നിരുക്തം, വ്യാകരണം, ഛന്ദശാസ്ത്രം, കൽപ്പശാസ്ത്രം, ജ്യോതിഷം എന്നീ 6 വേദാംഗങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പൂജിക്കേണ്ടത് മുരുകനാണ്. വേദാംഗങ്ങളുടെ അധിദേവത മുരുകനായതുകൊണ്ടാണ് ഇത് പഠിക്കുന്ന വിദ്യാർത്ഥികള് അവനവന് ഇഷ്ടമുള്ള രൂപത്തിൽ മുരുകനെ ആരാധിക്കുന്നത്. 6 പഠിക്കാൻ താല്പര്യമുള്ളവര് 6 തലയും ഒരുമിച്ച് ചേർത്ത് വെച്ച് ഒരു മുരുകനെ ഉണ്ടാക്കി പഠിക്കാം. അത് ഒരുമിച്ചുള്ള ചൈതന്യത്തിന്റെ റെപ്രസെന്റേഷൻ. അതിനപ്പുറം ഒന്നുമില്ല. അങ്ങനെ ദേവതമാരെ നോക്കിയാൽ അടുത്ത കാലത്ത് ഒരു പ്രൊഫസർ സ്റ്റോള്, അദ്ദേഹം ന്യൂറോ സർജനാണ്, മഹർഷി മഹേഷ് യോഗിയുമായി ബന്ധപ്പെട്ട് ഭാരതീയ ചിന്താധാരകളെ കുറിച്ച് ഗവേഷണം നടത്തുന്ന ഒരു പക്ക ക്രിസ്ത്യനാണ്, ഹിന്ദു അല്ല. അദ്ദേഹം ബ്രെയിനിന്റെ ഓരോ ഫോട്ടോഗ്രാഫി എടുത്തതിന് ശേഷം പുറകുവശത്തിന്റെ ഫോട്ടോഗ്രാഫിയും ഗണപതിയുടെ പടവും കൂടി വെച്ച് നോക്കിയപ്പോൾ ബ്രെയിനിന്റെ പാർട്ടും ഗണപതിയുടെ രൂപവും തമ്മിൽ അവിഭാജ്യമായ ബന്ധം അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. അദ്ദേഹം ഒത്തിരി ന്യൂറോ സർജൻസിനെ അത് കാണിക്കുകയും ചെയ്തു. മറ്റൊരർത്ഥത്തിൽ ഒരു ഈശ്വര രൂപമുണ്ടായത് മനുഷ്യന്റെ എല്ലാ നന്മകൾക്കും തിന്മകൾക്കും വിഘ്നത്തിനും അവിഘ്നത്തിനും കാരണഭൂതമായ ഈ തലച്ചോറ് ചിലപ്പോൾ അത് അല്പം അബ്നോർമൽ ആവുമ്പോൾ നമ്മൾ പറയാറുണ്ട്, നിന്റെ തലയ്ക്കകത്ത് എന്താണ്, കളിമണ്ണാണോ എന്ന്. അത് നല്ല രീതിയിൽ പ്രോസസ് ചെയ്താലേ നല്ല ചിന്ത ഉണ്ടാവുള്ളൂ എന്നുള്ളത് കാണിക്കുന്ന ആ ബ്രെയിനിന്റെ രൂപം തന്നെയാണ് ഗണപതിക്ക് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഗണപതിയെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയല്ല, മറിച്ച് അതിന്റെ പുറകില് ഇനിയും അറിയുകയും അറിയിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട
ഒരു രൂപം ഗണപതിയുടെ രൂപത്തിലുണ്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. രാവണന് 10 തലയുണ്ടായിരുന്നില്ല. 4 വേദങ്ങളും, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദവും നേരത്തെ പറഞ്ഞ 6 വേദാംഗങ്ങളും പഠിക്കാൻ കഴിവുണ്ടായിരുന്നത് കൊണ്ട് 10 തലയുടെ കപ്പാസിറ്റി ഉണ്ടായിരുന്നത് കൊണ്ട് ആ രാവണന് 10 തലയുള്ള ദശമുഖൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് 1 തലയേ ഉള്ളൂ. അതുപോലെ നോക്കുമ്പോഴാണ് ഭാരതീയ ഈശ്വര സങ്കല്പങ്ങളുടെ ശാസ്ത്രീയത വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാനും മനസ്സിലാക്കി കൊടുക്കാനും സാധിക്കുന്നത്. ഉജ്ജ്വലമായൊരു ജീവിതത്തിന് ഈ ഈശ്വര സങ്കല്പം ഏറ്റവും ഐഡിയൽ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിഗ്രഹങ്ങൾ എടുത്താലും, പ്രപഞ്ചമെടുത്താലും, ചൈതന്യമെടുത്താലും, വേദങ്ങൾ എടുത്താലും ഈ സന്ദേശം അവ പുറത്തേക്ക് വിടുന്നുണ്ട്. നമ്മുടെ ആചാരങ്ങളും അത്ര തന്നെ മഹത്വമുള്ളതാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കിടക്കയിലിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയാറുണ്ട്. ആധുനിക ശാസ്ത്രം പറയുന്നു 23% ഹാർട്ട് അറ്റാക്ക് ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്തോ വൈകുന്നേരം കിടക്കുന്ന സമയത്തോ ആണ് 23% ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നത്. കാരണം വെർട്ടിക്കലായി നിൽക്കുന്ന മനുഷ്യൻ പെട്ടെന്ന് ഹൊറിസോണ്ടലായി കിടക്കുമ്പോൾ ഹാർട്ടിന് ആ ജർക്ക് താങ്ങാൻ സാധ്യമല്ല. അതുകൊണ്ട് കുറെ സമയം കിടക്കയിൽ ഇരുന്നതിന് ശേഷമേ കിടക്കാവൂ. അതിന് ഭാരതീയര് പറഞ്ഞിരുന്നു, മക്കളെ കിടക്കയിലിരുന്ന് 10 നാമം ജപിച്ചതിന് ശേഷം കിടന്നാ മതിയെന്ന്. നാമം ജപിക്കേണ്ടത് പൂജാമുറിയിലല്ലേ, കിടക്ക അശുദ്ധമല്ലേ? അത് സാരമില്ല, ഇവിടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത് എന്നതുകൊണ്ട് ആചാരം ശാസ്ത്രീയമാകുന്നു. വടക്കോട്ട് തലവെച്ച് കിടക്കരുത്. മാഗ്നറ്റിക് മെറിഡിയന് നേരെ കിടന്നാൽ ശരീരത്തിനകത്തുള്ള 9 ഗ്രാം ഇരുമ്പ് അടങ്ങിയിട്ടുള്ള ഹീമോഗ്ലോബിൻ ബ്രെയിനിൽ വന്ന് ഫ്ലോ ബ്ലോക്ക് ചെയ്യാൻ സാധ്യമുള്ളത് കൊണ്ട് മാഗ്നറ്റിക് മെറിഡിയന് അലൈൻ ചെയ്ത് കിടക്കരുത്, വെർട്ടിക്കലായിട്ട് കിടക്കാൻ പറഞ്ഞിരുന്നു. പണ്ടുള്ളവർക്ക് മാഗ്നറ്റിക് മെറിഡിയൻ അറിഞ്ഞില്ലെങ്കിലും അവര് പറഞ്ഞ ആചാരം ശരിയാണ്. ചെവിയിൽ തുളസി വെക്കാൻ പറയും. ധാതൻ മാംസം പിബൻ മദ്യം സിംഗച്ചൻ അന്ത്യജാതിവേ സദ്യോ ഭവതി ഭൂതാത്മാ കർണേ തുളസി ധാരണാത്. ശരീരം ശുദ്ധീകരിക്കാൻ ചെവിയില് തുളസി വെക്കാൻ പറയും. ആ തുളസി വെക്കുന്ന ചെവിയുടെ പുറകിലാണ് ശരീരത്തില് ഏറ്റവും കൂടുതൽ അബ്സോർപ്ഷൻ കപ്പാസിറ്റിയുള്ള തൊലിയുള്ളത്, ത്വക്ക് ഉള്ളത്, സ്കിന്നുള്ളത്. ആ സ്കിന്നിലൂടെ തുളസിയുടെ സത്ത് ശരീരം വലിച്ചെടുക്കും. ഓരോ ചന്ദനക്കുറി തൊടുമ്പോഴും ആ ചന്ദനത്തിലുള്ള സാന്റലോളും സാന്റലോളും സാന്റലീനും ഈ കോമ്പൗണ്ട് ശരീരത്തിനകത്തേക്ക് വലിച്ചെടുക്കുന്നു. ഒരു ഗണപതി ഹോമം നടത്തി ആ പുക കോളറയുടെയും ടൈഫോയിഡിന്റെയും ചിക്കൻ പോക്സിന്റെയും മട്ടൺ പോക്സിന്റെയും ഓരോ വൈറസ് ഉള്ള ഒരു പെട്രി ഡിഷിൽ വെച്ച് ഗണപതി ഹോമത്തിന്റെ പുകയിലൊന്ന് കാണിച്ച് അടച്ചു വെക്കുക. 10 ദിവസം കഴിഞ്ഞ് നോക്കുക, ഈ രോഗാണുക്കളിൽ ഏതെങ്കിലും ഒരെണ്ണം വളർന്നിട്ടുണ്ടോന്ന്. അത് വളരില്ല. ഗണപതി ഹോമത്തിലുള്ള ആ പുകയിലുള്ള പൈറസീൻസും മറ്റ് കോമ്പൗണ്ടുകളും 100% ആന്റി വൈറൽ, ആന്റി ബാക്ടീരിയൽ, ആന്റി അമീബിക് ആണ്. അതുകൊണ്ടാണ് ഗ്രഹപ്രവേശനം നടത്തുമ്പോൾ ഒരു ഗണപതി ഹോമം നടത്തണമെന്ന് പറയുന്നത്. വീട്ടിലെ എല്ലാ ചുമരുകളിലും ഒരു തരത്തില് ഡിസിൻഫെക്ഷൻ നടത്തുകയാണ് ഒരു ഗണപതി ഹോമത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. എത്ര പെസ്റ്റിസൈഡ് മണ്ടലിക്ക് തളിക്കുന്നതുമാതിരി തളിച്ചാലും വീടിനകത്തുള്ള അണുക്കളൊന്നും പോവില്ല. അതിനൊരു ഗണപതി ഹോമം മതി. അത് വർക്ക് ചെയ്യും. ആത്മീയതയെയും ശാസ്ത്രീയതയെയും ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് അത് ചെയ്യാറുള്ളത്. ക്ഷേത്രത്തിനകത്ത് ആൽ പ്രദക്ഷിണം വെക്കുമ്പോൾ ആലെന്ന ഒരു മരം മാത്രം പുറപ്പെടുവിക്കുന്ന ഒരു വാതകമുണ്ട്, ഓസോൺ. ആ ഓസോണാണ് ശ്വാസകോശത്തിലൂടെ അകത്ത് ചെന്ന് നമ്മുടെ ലങ്സിനെ ശുദ്ധീകരിക്കുന്നത്. ആൽമരത്തിന് പ്രദക്ഷിണം വെക്കുമ്പോൾ അതിന്റെ പുറകിൽ ഒരു ശാസ്ത്രമുണ്ട് എന്നുള്ളത് വ്യക്തം. ശിവക്ഷേത്രത്തിനകത്ത് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഏത് ക്ഷേത്രത്തിനകത്ത് ചെല്ലുമ്പോഴും ഒന്ന് തൊഴുക. ദീപാരാധന കഴിഞ്ഞ് മുമ്പിൽ നിൽക്കണമെന്ന് പറയും. എന്തിനാ ക്ഷേത്രത്തിനകത്ത് പോകുന്നത്? ഭാരതത്തില് ക്ഷേത്രം എന്നുള്ളതിനൊരു നിർവചനമുണ്ട്. ഇതം ശരീരം തു കൗന്തേയ ക്ഷേത്രമിത്യവതീയതേ. ഈ ശരീരമാണ് ക്ഷേത്രം, ക്ഷേത്രമാണ് ശരീരം. ആ ക്ഷേത്രത്തില്
ശ്രീകോവിലിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് മാത്രം ഒന്ന് ചിന്തിച്ചാൽ അതിനകത്തുള്ള തിളങ്ങുന്ന വിളക്ക്, പ്രകാശപൂരിതമായ നാളങ്ങൾ, നിറമുള്ള പുഷ്പങ്ങൾ, അതുപോലെ കണ്ണാടി, പ്രഭാമണ്ഡപം, ഇതെല്ലാം വെട്ടിത്തിളങ്ങുമ്പോൾ കാഴ്ചയിലെ കണ്ണിനെ, പഞ്ചേന്ദ്രിയങ്ങളിൽ പ്രധാനപ്പെട്ട കണ്ണിനെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്ന ഒരു പ്രോസസ്സാണ് ശ്രീകോവിലിന്റെ മുമ്പിൽ നടക്കുന്നത്. 2, ഇടക്കയിലെ വാദ്യം ഗണ്ഡാനാദം പ്രകുർവീത ദേവതാഹ്വാന ലാഞ്ചനം. മണികിലിക്ക് നടത്തുന്ന പൂജ, മണിയുടെ ശബ്ദം, ഇടക്കയുടെ ശബ്ദം, മന്ത്രത്തിന്റെ ധ്വനി, ഉജ്ജ്വലമായിട്ടൊരു മന്ത്രം ചൊല്ലുകയാണെന്ന് വിചാരിക്കുക. അകത്ത് പുഷ്പാഞ്ജലി നടത്തുമ്പോൾ അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നദാതാമം അഗ്നിപൂർവേഭിർഷിഭിരേഭ്യോ നൂതനൈരുത സദേവാങ് ഏഹ വക്ഷതി അഗ്നിനാരയിമശ്രവത്പോഷാമേവ ദിവേ ദിവേ യശസം വീരവത്തമം അഗ്നേയം യജ്ഞമധ്വരം വൃത്രഃ പരിഭൂരസി സയദ്ദേവേഷു ഗച്ഛതി. ഏതൊരു വടക്കൻ പാട്ട് കേട്ടാലും ഈ വൈബ്രേഷൻ നിങ്ങളുടെ ഹാർട്ടിൽ ഉണ്ടാവില്ല, ഈ ചൈതന്യം ശരീരത്തിൽ ഉണ്ടാവില്ല. ഉജ്ജ്വലമായ ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് എന്ന് വെസ്റ്റേൺ ശാസ്ത്രജ്ഞന്മാര് തെളിയിച്ചിരിക്കുന്ന മന്ത്രത്തിന്റെ എഫക്റ്റ്, മണിയുടെ ഇഫക്റ്റ്, പഞ്ചവാദ്യത്തിന്റെ ഇഫക്റ്റ്, പുറത്തടിക്കുന്ന മണിയുടെ തരംഗത്തിന്റെ ഇഫക്റ്റ് നമ്മുടെ ചെവിയെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കും. പഞ്ചേന്ദ്രിയത്തിലെ 2ാമത്തെ ചെവി, 3ാമത്തേത് നമ്മുടെ നാസാരേന്ദ്രം, മൂക്ക്, സുഗന്ധമുള്ള പുഷ്പങ്ങള്, ചന്ദനത്തിരി അവിടെ കത്തിക്കൊണ്ടിരിക്കും, കർപ്പൂരത്തിന്റെ സുഗന്ധം, ഇത് നിറഞ്ഞിരിക്കുന്ന ഒരു ക്ഷേത്രാന്തരീക്ഷത്തില് പഞ്ചേന്ദ്രിയങ്ങളിൽ 3ാം ഭാഗമായ മൂക്കിനെ ആക്ടിവേറ്റ് ചെയ്യിക്കും. അവിടെ തീർത്ഥം ലഭിക്കും, ത്രിമധുരം ലഭിക്കും, പഴം ലഭിക്കും, നിവേദ്യം ലഭിക്കും. അല്ലെങ്കിൽ ഇന്നിവിടെ ഉള്ളതുപോലെ ഒരു പ്രസാദം, നാക്കിനെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്ന ഒരു അല്പം ജലം മുതൽക്ക് പ്രസാദം വരെയും ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്നത് പഞ്ചേന്ദ്രിയങ്ങളിൽ 4ാമത്തെ നാക്കിനെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നു. 5ാമത്തേത് ഭസ്മം, കുങ്കുമം, കളഭം, ചന്ദനം, കലശവെള്ളം, ഇവയെല്ലാം എൻ്റെ ത്വക്ക്, സ്കിന്നിനെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നു. ഞാൻ പ്രപഞ്ചവുമായി ബന്ധപ്പെടുന്ന പഞ്ചേന്ദ്രിയങ്ങളായ എല്ലാത്തിനെയും ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരേ ഒരു കേന്ദ്രമാണ് ക്ഷേത്രം. ഇന്ന് ആധുനിക ശാസ്ത്രത്തിന്റെ ദൃഷ്ടിയിലൂടെ 1 മാസം മുമ്പ് ഇവിടെ ഉണ്ടായ ഒരു ചെറിയ അനുഭവം, ക്ലീവ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിലെ മ്യൂസിക് പ്രൊഫസർ ടി ടെമ്പിൾ ടക്ലർ ഇവിടെ വന്നിരുന്നു. ക്യാൻസർ റിസർച്ച് സെന്ററിലേക്കാണ് വന്നിരുന്നത്. അദ്ദേഹത്തിന്റെ PhD ത്യാഗരാജ കൃതികളിലെ കർണാട്ടിക് മ്യൂസിക്കിലാണ്. ക്ലീവ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിലെ മ്യൂസിക് പ്രൊഫസർ കഴിഞ്ഞ 26 വർഷമായിട്ട് അദ്ദേഹം ആ പ്രദേശങ്ങൾ മുഴുവനും ത്യാഗരാജോത്സവം കൊണ്ടാടുന്ന അദ്ദേഹം ഇവിടെ വന്ന് റീജിയണൽ ക്യാൻസർ സെന്ററിൽ വന്നൊരു ഉപദേശം കൊടുത്തു. ക്യാൻസർ വാർഡുകളിലേക്ക് വേദമന്ത്രത്തിന്റെ കാസറ്റുകൾ വെച്ചു കൊടുക്കുക, അതുപോലെ കർണാടിക് മ്യൂസിക്കിന്റെ കാസറ്റുകൾ വെച്ചു കൊടുക്കുക. എന്തിനാണെന്നറിയാമോ? വേദന കൊണ്ട് പുളയുന്ന ക്യാൻസർ പേഷ്യന്റിന് കൊടുക്കേണ്ടി വരുന്ന സെഡേറ്റീവിന്റെ അംശം 10% കുറയ്ക്കാൻ സാധിക്കും. 100 മില്ലിഗ്രാം സെഡേറ്റീവ് കൊടുക്കണമെങ്കിൽ അത് 10 മില്ലിഗ്രാം കൊടുത്താൽ മതി. ഈ വേദമന്ത്രങ്ങൾ കേൾക്കാൻ അവർക്ക് അവസരമുണ്ടാക്കിയാൽ. ഇതാണ് ചികിത്സയുടെ സമ്പ്രദായം. ഇന്ന് ന്യൂ ഏജ് തെറാപ്പി, ശരീരം മുഴുവനും പലതരത്തിലുള്ള നിറങ്ങളുള്ള ഫിലിം ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമുണ്ട്. അത് പുതിയ ട്രീറ്റ്മെന്റ് സിസ്റ്റമാണ്. അല്പം തുളസി വെള്ളം കൊടുത്ത് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ന്യൂ ഏജ് തെറാപ്പിയുണ്ട്. നമ്മുടെ തീർത്ഥത്തെ പോലെ തന്നെ പ്രാർത്ഥനാ തെറാപ്പിയുണ്ട്. ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വരിക. ഇന്ന് ക്ഷേത്രം എന്ന് പറയുമ്പോൾ മറ്റു മതക്കാര് അവര് ആരാധനാലയങ്ങളെ കാണുന്നത് പ്രാർത്ഥനാലയങ്ങളായിട്ടാണ്. ഹിന്ദുവിന്റെ ക്ഷേത്രം പ്രാർത്ഥനാലയമല്ല. ഇറ്റ് ഈസ് എ ക്വാണ്ടം ഹീലിംഗ് സെന്റർ. മനസ്സിനെയും ശരീരത്തെയും സമഗ്രമായി ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ച് ഉജ്ജ്വലമായി പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു കേന്ദ്രം. ഒത്തിരി പേരോട് ഞാൻ പറയാറുണ്ട്,
വളരെയധികം ബിപിയും ഹാർട്ട് പ്രോബ്ലവും എല്ലാം ഉള്ളവരോട് ഈ കെമിക്കൽ ഭക്ഷണത്തിന്റെ രൂപത്തിൽ കഴിക്കുന്നത് നിർത്തിയിട്ട് ഒന്ന് ശരീരത്തിനോട് പറയുക, ഈ ശരീരം ഞാൻ പറയുന്നത് പോലെ അനുസരിക്കണം. ഈ കോഴിയെയും പട്ടിയെയും പൂച്ചയുടെയും ശവശരീരമൊക്കെ തിന്നുന്നത് കുറയ്ക്കുക. എത്രയാ പശുക്കളെ തിന്നുന്നത്, എത്രയാ ആടുകളെ തിന്നുന്നത്, ഇതെല്ലാം ഈ ശവം തിന്നുന്നത് നിർത്തിയതിനു ശേഷം നമുക്ക് അർഹിച്ച രീതിയിലുള്ള വെജിറ്റേറിയൻ ഫുഡ് കഴിച്ച് അല്പം സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ അന്ധവിശ്വാസമല്ല. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഹെഡ് ഡോക്ടർ അഗർവാൾ പറയുന്നത്, we have changed the ultimate aim of AIIMS, All India Institute of Medical Science, because nowadays the Western doctors say that physical, psychological, mental, social and spiritual well-being of an individual is called health. Health എന്ന് പറയുന്നത് ആത്മീയമായ നന്മ കൂടി ചേർന്നതാണ് ഹെൽത്തിന്റെ മോഡേൺ ഡെഫിനിഷൻ. ആ ആത്മീയത കൂടി ചേർത്ത് ക്ഷേത്രത്തിനടുത്തേക്ക് വരുമ്പോൾ ക്ഷേത്രത്തിൽ കഴിഞ്ഞ സഹസ്രാബ്ദങ്ങളായി നടന്നിരുന്ന ഓരോ ആചാരവും അത്യാധുനിക ശാസ്ത്രം ഇന്നലെയും മിനിഞ്ഞാന്നും ആക്സെപ്റ്റ് ചെയ്തതാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഇതാണ് നമ്മുടെ ആചാരങ്ങൾ. ഒരു 100,000 ആചാരങ്ങളുണ്ട്. ആചാരങ്ങളെ കുറിച്ച് ഒരു പുസ്തകം എഴുതാൻ ആഗ്രഹിച്ചു. ഇങ്ങനെ പുസ്തകം എഴുതാനും കാരണമുണ്ട്. 4 വർഷം മുമ്പ് പാറശാലയിൽ വന്ന് ഇവിടെ കൊടുത്ത ഒരു ലെക്ചർ കഴിഞ്ഞപ്പോൾ കുറെ പേര് ചോദിച്ചു, സാറ് പറയുന്ന വിഷയങ്ങളെ കുറിച്ച് പുസ്തകങ്ങൾ വല്ലതുമുണ്ടോ? അന്ന് തോന്നിയ ആഗ്രഹമാ ഭാരതീയ ചിന്താധാരകളെ കുറിച്ച് പഠിക്കാൻ ഒരു ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കണം. ഈ ചിന്താധാരകളെല്ലാം പുസ്തക രൂപത്തിൽ വരണം എന്ന്. വസ്തുതാപരമായി അന്ധവിശ്വാസത്തെ ന്യായീകരിക്കാനല്ല, തെറ്റിനെ തെറ്റായും ശരിയെ ശരിയായും വിശകലനം ചെയ്യാൻ പറ്റാത്തതിനെ വിശകലനം ചെയ്യാൻ ഇപ്പൊ പറ്റില്ല എന്നും എഴുതിക്കൊണ്ട് വസ്തുതാപരമായി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കണം. ഈ പാറശാലയിൽ നിന്ന് കിട്ടിയ ആവേശം അനുസരിച്ചാണ് കഴിഞ്ഞ 1.5 വർഷം മുമ്പ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ച് 14 പുസ്തകങ്ങൾ അവിടെ വെച്ചിരിക്കുന്ന 14 പുസ്തകങ്ങളും പബ്ലിഷ് ചെയ്യാനുണ്ടായ കാരണവും ഇവിടെ നിന്ന് തന്നെയാണ്. ഈ ചിന്താധാരകള് ലോകം മുഴുവനും ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് മനസ്സിലാവും, ചിരപുരാതനമായ ഒരു ധർമ്മം നിത്യനൂതനമായി ലോകസമക്ഷം വെക്കാൻ ലോക ജനത തയ്യാറാകുമ്പോൾ ഞാനും നിങ്ങളും എവിടം വരെ എത്തി നിൽക്കുന്നുണ്ട്. ഈ മോസ്റ്റ് മോഡേൺ സയൻസിന്റെ ഇൻഫർമേഷൻ ബേസ്ഡ് ടെക്നോളജിയെ കുറിച്ച് എത്ര ജ്ഞാനമുള്ളവരാണ് നമ്മൾ എന്നറിയുമ്പോഴാണ് ഇതിന്റെ മഹത്വവും നമ്മുടെ പരിമിതിയും നമുക്കറിയാൻ സാധിക്കുക. ഈശ്വര വിശ്വാസങ്ങൾ പൂർണ്ണമായും ശാസ്ത്രവും അതുപോലെ തന്നെ പുരാണ കഥകള് പലപ്പോഴും അന്ധവിശ്വാസമാണെന്ന് തോന്നാം. അതിനകത്ത് എക്സാജറേഷൻ, പരമാവധി എക്സാജറേഷൻ പുരാണ കഥകളിലുണ്ട്. അതുകൊണ്ട് തന്നെ പുരാണ കഥ എഴുതിയ ശ്രീശുക ബ്രഹ്മഋഷി പറഞ്ഞു, കഥായിമാസ്തേ കഥിതാമഹീയസാം വിദായ ലോകേഷു യശപ്പരേയുഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതിർ നതു പാരമാർത്ഥ്യം. പുരാണ കഥകള് അറിവുണ്ടാകാനും ഡിറ്റാച്ച്മെന്റ് ഉണ്ടാകാനുമാണ് അതിനടങ്ങിയിരിക്കുന്ന വിവരണങ്ങൾ. വചോ വിഭൂതിർ നതു പരമാർത്ഥം. അക്ഷരം പ്രതി പരമാർത്ഥമാണെന്ന് ധരിക്കരുത്. നമ്മൾ തന്നെ പറയാറുണ്ട്, പുരാണം ഇത്യേവ ന സാധു സർവം. പുരാണം എപ്പോഴും സാധുവല്ല. പക്ഷേ പുരാണത്തിലെ സന്ദേശം അത് കുറെ നല്ല കാര്യങ്ങള് വ്യക്തികളിൽ അറിയിക്കുന്നുണ്ട്. ജയ് ഹനുമാൻ കാണാൻ എത്ര കുട്ടികളാ മുമ്പിൽ നിൽക്കുക. എത്രത്തോളം മഹാഭാരതം എന്ത് ത്രില്ലായിരുന്നു, രാമായണം എന്ത് ത്രില്ലായിരുന്നു. 10,000 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 6,000 7,000 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ ഒരു ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ ചിത്രീകരിച്ച ഒരു കഥയ്ക്ക് എന്ത് അക്സെപ്റ്റബിലിറ്റി കിട്ടി. ഇറ്റ് ഷോസ് ദാറ്റ് സൈക്കോളജിക്കലി പീപ്പിൾ ആർ സ്റ്റിൽ wanting those messages given in ഇതിഹാസാസ്. അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഒരു പക്ഷേ പുരാണ കഥകൾ പോലെ എഴുതിയിരിക്കുന്ന പഞ്ചതന്ത്രം AD 500 വിഷ്ണു ശർമ്മ എഴുതിയിരിക്കുന്ന പഞ്ചതന്ത്രം എന്ന കഥ CIA സിലബസിൽ ചേർത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം CIA പഞ്ചതന്ത്രം പഠിപ്പിക്കുക. കാരണം സിമ്പിളാ, സന്ദേശം എത്തിക്കാൻ ഇമ്പോസിഷൻ എഴുതിച്ചത് കൊണ്ട് കാര്യമില്ല. സന്ദേശം എത്തിക്കാൻ കഥയിലൂടെ എത്തിക്കുക എന്ന ഇന്ത്യൻ സിസ്റ്റം അമേരിക്കക്കാർ അഡോപ്റ്റ് ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ
ഭാരതീയ ചിന്താധാരകളില് ഫ്ലോപ്പ് വന്നു എന്ന് പറയാൻ ഒരു പോയിന്റിൽ പോലുമില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പാറശാല മഹാദേവ ക്ഷേത്രം പതിറ്റാണ്ടുകളോളം നാശോന്മുഖമായി ഇരുന്നപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ യഥായഥാഹി ധർമ്മസ്യ, ആ ഗ്ലാനി സംഭവിച്ചപ്പോൾ അതിനെ ഉദ്ധരിക്കാൻ വേണ്ടി കാലാകാലങ്ങളിൽ സംഭവിക്കേണ്ടത് സംഭവിച്ചതുപോലെ, പാറശാല ക്ഷേത്രത്തിന് സംഭവിച്ചതുപോലെ ഹിന്ദു ധർമ്മത്തിന് എപ്പോഴെല്ലാം ഗ്ലാനി സംഭവിക്കുന്നുവോ ശാശ്വതമായ വിചാര വികാര ആചാരങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ആ ഗ്ലാനിയെ മുഴുവനും തച്ചുടച്ചുകൊണ്ട് മാറ്റിക്കൊണ്ട് ഈ ധർമ്മം പുനർജീവിക്കും. അതിന് തെളിവാണ് ഈ ഭാരതത്തിലെമ്പാടും കാണുന്ന ഇന്നത്തെ ശാസ്ത്രീയവും ആത്മീയവുമായ നവോത്ഥാനം. എവിടെ നോക്കിയാലും ശബരിമലയിലെ തിരക്ക് ഒന്ന് വെറുതെ ഒരു ചോദ്യം ചോദിക്കുക. വീട്ടിനകത്തിരിക്കുന്ന സമയത്ത് സിറ്റി വരെ പോയി എന്തെങ്കിലും വാങ്ങിച്ചു കൊണ്ടുവരാൻ അമ്മയോ ഭാര്യയോ പറഞ്ഞാൽ ഇപ്പൊ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ നാളെ പോയി വാങ്ങിച്ചു കൊണ്ടുവരാം എന്ന് പറയുന്ന വ്യക്തി ഇരുമുടി കെട്ടുമേറ്റി 6 കിലോമീറ്റർ കുത്തനെ കയറ്റം ഇടിഞ്ഞിറങ്ങിയ വഴിയിലൂടെ തിങ്ങി നിറഞ്ഞ സഹപ്രവർത്തകരുടെ ഇടയിലൂടെ അവിടം വരെ ചെന്ന് ശരണം വിളിച്ച് അവിടെ തേങ്ങയുടച്ച് തിരിച്ചു വന്ന് വീട്ടിലേക്ക് എത്തുമ്പോൾ അനുഷ്ഠിക്കുന്ന വർക്ക് ലോഡ്, ടെൻഷൻ, സൈക്കോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ വർക്ക്, ഇതൊന്ന് മുഴുവനും അനുഭവിച്ചതിന് ശേഷം കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ചോദിക്കുക, എടോ ഗോപാലേഷ, താൻ എന്തിനാ ശബരിമലയ്ക്ക് പോയ ഇത്രയും കഷ്ടപ്പെട്ട്? എന്റെ ശരീരം എന്നോട് ഉത്തരം പറയും, കഷ്ടപ്പാടിനേക്കാൾ കൂടുതൽ ആത്മനിർവൃതി കിട്ടി. ക്വാണ്ടിറ്റേറ്റീവ്ലി ഒരു ത്രാസിൽ വെച്ചാൽ ഞാൻ അനുഭവിച്ച ദുഃഖവും എനിക്ക് അനുഭവിച്ച ആത്മനിർവൃതിയും നോക്കുമ്പോൾ ശബരിമല പോയതിന്റെ ആത്മനിർവൃതി കൂടുതലായതുകൊണ്ടാണ് സഹസ്രാവധി ജനങ്ങൾ, ലക്ഷോപലക്ഷം ജനങ്ങൾ ഈ കുത്തനെ മല കയറി പോകുന്നത്. എന്തുകൊണ്ടാ ഇന്നത്തെ സിനിമ മുഴുവനും ദേവാസുരവും പൈതൃകവും മണിച്ചിത്രത്താഴും അതുപോലെ തന്നെ കില്ലാടി ശങ്കരനോ എന്തൊക്കെയോ ഉള്ള കഥകളാ വരുന്നത്? ഓരോ കഥയ്ക്കും ഭാരതീയ ചിന്താധാരയുടെ സത്ത് അതിനകത്തുണ്ടെന്ന് മനസ്സിലാക്കാം. എന്തുകൊണ്ടാ ഹൗസ്ഫുൾ ആവുന്നത്? എന്റെ മനസ്സിനകത്തെ ചിന്താധാര സിനിമയിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്ന സന്തോഷമാണ് പൈതൃകത്തിലൂടെ, സുകൃതം എന്ന സിനിമയിലൂടെ എനിക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ അസംബ്ലി മന്ദിരത്തിന്റെ മുകളില് 8 മാസം മുമ്പ് വരെ അതിന്റെ മുകൾ വശം തുർക്കി തൊപ്പിയായിരുന്നു. തുർക്കി തൊപ്പി മാറ്റിയതിന് ശേഷം ഇപ്പോൾ ഗവൺമെന്റ് തീരുമാനിച്ചു ഈ തുർക്കി തൊപ്പി വെച്ച് അതിന്റെ ചുവട്ടിലിരുന്ന നാട്ടുകാരുടെ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതിനേക്കാൾ നല്ലത് കേരളീയമായ ഒരു പരിപാടി ആവിഷ്കരിക്കുകയാണ്. 1 കോടി രൂപ ടെൻഡർ വിളിച്ചാണ് ഇന്ന് അസംബ്ലി ഹാളിന്റെ മുകളിലുള്ള തുർക്കി തൊപ്പി മാറ്റി വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ മുകളിലുള്ള രൂപമാക്കി മാറ്റിയത്. ഇപ്പോഴും ചെന്നാൽ കാണാൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. ഒരു പക്ഷേ ലോകത്തിലെ ഏതെങ്കിലും അസംബ്ലി ഹാൾ ഉദ്ഘാടനം ചെയ്യുന്നതിന് മുൻപ് ഗണപതി ഹോമം നടത്തിയിട്ടുണ്ടെങ്കിൽ LDF ഭരിക്കുന്ന കേരളത്തിന്റെ അസംബ്ലി ഹാൾ മാത്രമേ 2.5 മണിക്ക് ഗണപതി ഹോമം നടത്തി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളൂ. ഈ ഉദ്ഘാടന സമയത്ത് ഗണപതി ഹോമം നടത്താൻ ആരാ പറഞ്ഞത്? LDF ഭരിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി മാർപ്പാപ്പയെ ചെന്ന് കണ്ടപ്പോൾ കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അല്ല, ഭഗവത്ഗീത. 5640 വർഷം പഴക്കമുള്ള ഭഗവത്ഗീത ഇപ്പോഴെന്തിനാ പുറത്തെടുത്തത്? മറ്റൊന്നും കൊടുക്കാനില്ലാത്തത് കൊണ്ടാ. ഈ ചിന്താധാരയുടെ അകത്ത് ഒരു വ്യംഗ്യാർത്ഥത്തിലും പറയുകയല്ല, വ്യക്തമായ അർത്ഥത്തിൽ തന്നെ പറയുകയാണ്. അതിന്റെ തുല്യം നിൽക്കാൻ മറ്റൊന്നില്ല, സാധ്യമല്ല. ഇന്ന് ഗാനമേള നടത്തിയ ഒരു പ്രോഗ്രാം TV-യിൽ ഉണ്ടായിരുന്നു, 1 മണി തൊട്ട് 1:30 മണി വരെ. അത് സെനറ്റ് ഹാളിൽ വെച്ചെടുത്തതാ. ആ ഗാനമേള നടത്തിയവരാരും ഹിന്ദു വർഗീയവാദികളല്ലായിരുന്നു. പക്ഷെ ഗാനമേളയ്ക്ക് പുറകിൽ വെച്ചിരിക്കുന്ന ആ ബാക്ക്ഗ്രൗണ്ട് ക്ഷേത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ടാ. ആ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ അപ്പുറത്ത് ഒരു അയ്യപ്പ വിഗ്രഹം പോലൊരു വിഗ്രഹം, അതിന്റെ മുമ്പില് 5 തിരി വെച്ച് കൊളുത്തിയിരിക്കുന്ന വിളക്ക്. ഈ 1 മണിക്കൂറോളം 45 മിനിറ്റോളം ഉണ്ടായിരുന്ന പ്രോഗ്രാമിൽ TV-യിലൂടെ കാണാൻ സാധിച്ചപ്പോൾ എന്തിയെ മതേതരത്വത്തിന്റെ പുറകിൽ പാടിയ പാട്ടുകളൊന്നും ഹിന്ദുവിൻ്റെതല്ലാതിരുന്നിട്ടും ക്ഷേത്രം കാണിച്ചത് എന്തിനാ? അതേ കാണിക്കാൻ സാധിക്കുകയുള്ളൂ. ക്ഷേത്ര പ്രവേശന വിളംബരത്തിന്റെ 62-ാം വാർഷികം ഉദ്ഘാടനം ചെയ്തപ്പോൾ
ഈശ്വര വിശ്വാസി അല്ലാതിരുന്നിട്ട് പോലും ക്ഷേത്ര പ്രവചന വിളംബരത്തെക്കുറിച്ച് നമ്മുടെ മുഖ്യമന്ത്രി ഗംഭീരമായി പ്രസംഗിച്ചു. അമേരിക്കക്കാരൻ ഈശ്വര വിശ്വാസി അല്ലെങ്കിൽ ഈശ്വരനുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും അയാൾ സംസാരിക്കില്ല. ഇവിടെ സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം എന്റെ രക്തം ചുമപ്പാവാൻ കാരണം എന്റെ കൊടിയുടെ നിറം ചുമപ്പായത് കൊണ്ടല്ല, ഭാരതത്തിലെ വിശ്വാസത്തിന്റെ ചൈതന്യത്തിന്റെ പൈതൃകം സഹസ്രാബ്ദമായി എന്റെ രക്തത്തിലൂടെ ഒഴുകുന്നത് കൊണ്ട് ജഗദീശ്വരൻ എന്നൊരു ശക്തി എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങേര് പറയുന്നത്രയും കാലം ഞാനിത് ചെയ്തുകൊണ്ടേയിരിക്കും. അതിലെ ഗുണങ്ങളും ദോഷങ്ങളും എന്നെ ബാധിക്കില്ല. സമശത്രൗച മിത്രേച തഥാ മാന അപമാനയോഹോ ശീത ഉഷ്ണ സുഖ ദുഃഖേഷു സമസംഗ വിവർജിത തുല്യനിന്ദ സ്തുതിർമൗനി സന്തുഷ്ടോ ഏന കേനചിത് എന്ന ഭഗവത്ഗീത വാക്യം അക്ഷരാർത്ഥത്തിൽ പറഞ്ഞതാണ് യേശുദാസിന്റെ ഈ വരിയിലൂടെ. ദുഃഖേഷു അനുദ്വിഗ്നമന സുഖേഷു വിഗതസ്പൃഹ വീതരാഗ ഭയക്രോധ സ്ഥിതീർ മുനിരുച്യതേ. ദുഃഖത്തിൽ പെർട്ടർബഡ് ആകാതിരിക്കുക, സുഖത്തിൽ എക്സൈറ്റഡ് ആകാതിരിക്കുക. രണ്ടിനെയും ഒരേപോലെ കണ്ട് ഓവർ അംബീഷൻ, ഓവർ എക്സൈറ്റ്മെന്റ്, ഓവർ അറ്റാച്ച്മെന്റ്, ഓവർ ആങ്കർ ഇതില്ലാത്ത ഒരു രീതിയിലൂടെ ജീവിക്കാൻ നിനക്ക് സാധിച്ചു എങ്കിൽ ഹേ അർജുന, അതാണ് ഉത്തമമായ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ എന്ന് ശ്രീകൃഷ്ണൻ അർജുനൻ ഉപദേശിച്ചു കൊടുത്തത് 2000 ആണ്ടിൽ 12-ാം ദിവസം യേശുദാസ് സൂര്യ ടിവിയിലൂടെ പറഞ്ഞപ്പോൾ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ കൂടി ശ്രീകൃഷ്ണന്റെ വരിയിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. ഒരു പക്ഷേ ഡോക്ടർ ദീപക് ചോപ്രയുടെ 7ാമത്തെ പുസ്തകമായ ഇന്ത്യൻ അപ്രോച്ച് ടു മാനേജ്മെന്റ് എന്ന പുസ്തകം, ഭഗവത്ഗീതയുടെ കണ്ടന്റ് ഉള്ള പുസ്തകം, അമേരിക്കയിലെ 16 യൂണിവേഴ്സിറ്റികള് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് എടുത്തപ്പോൾ മാനേജ്മെന്റ് തത്വത്തിന്റെ അവസാന വാക്ക് 5000 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീകൃഷ്ണൻ പറഞ്ഞ ഭഗവത്ഗീതയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് അവസരം കിട്ടുന്നു.